to Giggly Cow. Hello guys, welcome back to our YouTube channel. So today in this video ഞങ്ങൾ എന്താ കാണിക്കാൻ പോണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു എക്സാമിന് വന്നതാണ്. ഇവളും ഞാനും അനു. ഞങ്ങൾ വന്നത് രാവിലെ ഒരു 8 മണിയായപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് 8 മണിക്ക് ഇവിടെ റിപ്പോർട്ടിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം രണ്ടാക്കും ഒരു സെന്ററിൽ 2 ടൈം എക്സാം. അവൾക്ക് അനുവിനാണ് ഫോർനൂണിനും എനിക്ക് ആഫ്റ്റർനൂണും. ഓക്കെ, അങ്ങനെയാണ്. എന്ത് എക്സാം പറഞ്ഞത്? എന്ത് എക്സാമാന്ന് വെച്ചാൽ ആക്ച്വലി എനിക്ക് അറിഞ്ഞോടും. നമ്മൾ കോളേജിൽ ഒരു കോഴ്സിന് കൂടാൻ പറഞ്ഞിട്ട് ക്ലാസ്സിലെ എല്ലാവരോടും കൂടാൻ പറഞ്ഞിട്ട് കമ്പൾസറി എന്ന് പറഞ്ഞവ കൂടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എക്സാം ഉണ്ട്, അതിന് രജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ മോട്ടറാളാക്കിയിട്ട് കൂടി. മോട്ടറായി എല്ലാവരും ഒന്നും കൂടിയിട്ടില്ല, പിന്നെയാണ് നമ്മൾ അറിയണത്. അതെ, ഞങ്ങൾ മോട്ടറായിട്ട് ഞങ്ങൾ ക്രെഡിറ്റ് മനസ്സിലാക്കിയത് എഴുതി കിട്ടൂല വിചാരിച്ചിട്ട് ഞങ്ങൾ ക്രെഡിറ്റിൽ മോട്ടറാൾ ആയി കമ്പ്യൂട്ടറിലാട്ടോ ചെയ്യുന്നത്. അവിടെ റോഡായിരുന്നു, അതുകൊണ്ട് അവിടെ നിങ്ങോട്ട് പോകുന്നതോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി. എന്നിട്ട് പിന്നെ ഫ്യൂ ഡേയ്സ് ബാക്ക് ആണ് ഞങ്ങൾ അറിഞ്ഞത്. ഗ്രൂപ്പിലും ഞങ്ങളെ ട്യൂറ്റർ വന്നിട്ട് മെസ്സേജ് അയച്ചു, എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ്. നമുക്കങ്ങനെ എക്സാം രജിസ്റ്റർ ചെയ്താലുള്ള കാര്യമാണെങ്കിൽ പോലും എക്സാം ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലല്ലേ. വെക്കേഷൻ അതെ, ഞാൻ കഴിഞ്ഞ വെക്കേഷൻ ഡേയ്സ്. അങ്ങനെ ഞങ്ങൾ അതിൽ അങ്ങനെയാണ് അറിഞ്ഞത്. അപ്പം നോക്കി ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കോഴിക്കോട് റിയോടെക് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് എന്തോ അവിടെയാണ് എക്സാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ കഴിച്ചു. ബട്ട് ദ തിങ് ഈസ്, ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാൻ എന്താണെന്ന് കൂടി അറിഞ്ഞൂടാ. പഠിച്ചിട്ടില്ല കേസ്. ഒരു പഠിക്കാതെ വന്ന എക്സാം എഴുതാണ്. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ലൈക്ക് അവർക്ക് ഓൾറെഡി പ്രിപ്പയർഡാണ്. ഞാനും അനുവിനുള്ളൂ. ഇങ്ങനെ അനു എന്തായാലും കയറിയ കേട്ടോ. അവൾ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഈ ടൈമിൽ. ഓൾമോസ്റ്റ് അതിൽ എൻഡിങ് ബട്ടണൊക്കെ എനേബിൾ ആയിട്ടുണ്ടാവണം. കഴിയുന്നത്രയാണ് അവൾക്ക് 12 PM വരിക തോന്നുന്നു. ഇത് എവിടെ സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് റിയോടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റ്. അതെ, മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റാണ് ഇതുള്ളത്. ഞങ്ങളിവിടെ എത്തി കേസ്. നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം ഓൾഡ് കഴിയുന്നത്. എനിക്ക് പഠിക്കാം, പക്ഷെ ഞാൻ പഠിക്കില്ല, കാരണം അവൾ പഠിക്കാതെ കയറിയില്ല. അപ്പോൾ ഞാൻ ബിട്രേ ചെയ്യുന്നതിന് ചെയ്യല്ലേ കേസ്. അത് പറ്റി ഞാൻ പഠിക്കാം. അത് അല്ല, പഠിക്കാൻ എന്താ അറിയില്ല. ആക്ച്വലി ഇംഗ്ലീഷാണല്ലോ. ഞങ്ങൾ ഇതൊരു കോമ്പറ്റേറ്റീവാണ്, സംതിങ് എന്തോ ആണ് എടുത്ത കോഴ്സ്. ബട്ട് ഞാൻ ഓൾ എക്സാം കഴിഞ്ഞ ശേഷം ഓൾ അതിൻ്റെ റിവ്യൂ പറയും. ആൻഡ് ഇൻഷാല്ലാ ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഓക്കെ. അപ്പോൾ ഞാനൊക്കെ വീർത്തിന് നല്ല ചൂടാണ് കേട്ടോ ഗൈസ്, ഒടുക്കത്തെ ചൂടാണ്. ആരൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, എമ്മയുണ്ട്, പിന്നെ ഞങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി. അപ്പോൾ ഇവര് നമുക്ക് എന്ത് വാങ്ങി തരണം? അതെ, മന്തി മേടിച്ചു, അല്ലെങ്കിൽ ബ്രോസ്റ്റ് മേടിച്ചു, ഇല്ലെങ്കിൽ പിസ്സ മേടിച്ചു. എന്തിനാ പോകുന്നത്? ഞാൻ നിന്ന് ആലോചിച്ചാണ്. അത് വിയർത്ത് ഇനി അനു ഇറങ്ങിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് വിശേഷങ്ങൾ, അതിൻ്റെ അകത്തത്തെ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. റിവ്യൂ ചോദിക്കാം. ഓള് ആദ്യം പറഞ്ഞു എനിക്കൊന്നും കിട്ടൂല, നിന്നെ പോയാൽ മതിയെന്നു ആദ്യം. അവൾ പറയാം, അവൾ പോണതിന് മുമ്പ് തന്നെ ഓൾക്കാണ് ഫസ്റ്റ് കിട്ടിയത്. ഓൾവര് ഇനി നമുക്ക് അങ്ങോട്ട് മാറണോ ഇനി എന്നൊക്കെ ചോദിച്ചാണ്ട് കയറി പോയി. എന്തായാലും വന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോട്ടെ കേട്ടോ. ഇന്ന് നമുക്ക് അയലക്കറി
ഹലോ ഗൈസ്, അങ്ങനെ എക്സാം കഴിഞ്ഞ് അതിന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എന്നെ എക്സാം? കത്തി കുത്തി പോകുന്നു. കുഴപ്പമില്ലല്ലേ? ടഫായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇനി അടുത്തത് പക്ഷെ ഇപ്പൊ 10:40 ഗൈസ്. അപ്പോഴേക്കും വെറുതെ കഴിഞ്ഞു. 1.5 മണിക്കൂറാണ്. 1 മണിക്കൂർ എക്സാം. കയ്യിലേക്ക് പോവാം. 10:30 സബ്മിറ്റ് ചെയ്തു. ഇപ്പൊ സബ്മിറ്റ് ചെയ്തല്ലോ. അപ്പൊ സബ്മിറ്റ് ചെയ്യാൻ പോകും. ഇനി ഒരു കുട്ടികളുണ്ട്. പഠിക്കുന്ന കുട്ടികളോട് ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും പല വിഷയം തോന്നുന്നുണ്ട്. ആ ഇംഗ്ലീഷ് അറിയില്ല ഗൈസ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തത് ഇവിടെ കയറിയിട്ട് നോക്കാം. നമ്മൾ കഴിച്ച് എന്താ വേണ്ടേ? വയറ് വേദനയാണോ? ഒന്നും കഴിക്കണ്ട. നൂൽപുട്ടാണോ? ഇഡ്ഡലി, വട, ഉഴുന്ന് വട. പിന്നാട് ഇവളെ ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു. ഇത് രണ്ടോളം പോയി. പക്ഷെ ആകെ ചായ കുടിക്കാതെ വട മാത്രം, ഒറ്റ വട മാത്രം കഴിച്ചെടുക്കുന്നു. പിന്നെ ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞു പോന്നോളൂ. അപ്പൊ ഇനിയിപ്പോ ഏത് ഓർഡർ ചെയ്തേ? ജ്യൂസ്, മാംഗോ ജ്യൂസ്. ഞാന് പൈനാപ്പിൾ, മിന്ന അല്ല മെച്ചിക്ക് മാംഗോ കിട്ടിയിട്ടുണ്ട്. കേക്ക് വേണ്ട പറഞ്ഞു. പൊറോട്ട കഴിച്ചുകൊണ്ട് വേണ്ട. അപ്പൊ ഗൈസ്, അടുത്തത് മീന് കയറിയിട്ടുണ്ട് എക്സാമിന്. ഇപ്പൊ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. വിളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മലയാളിക്കുള്ളതല്ല, ലാറ്റിന്റെ മീനിങ് എന്താ? ലാറ്റിന്റെ മീനിങ്ങോ? ലാറ്റിൻ വേർഡ്, ഫ്രഞ്ച് വേർഡ് അങ്ങനെയായിരുന്നു. ഒരു ഇംഗ്ലീഷ് വേർഡിന് അതിന്റെ ലാറ്റിനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഫൊറിവറിവേ എന്ത് സാധനം പറഞ്ഞു? അതിന്റെ മീനിങ് എന്താ? ഇതിപ്പം നമ്മള് മലയാളത്തിന്റെ വാക്കിന്റെ അർത്ഥം അറിയില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാലേ, ഇതിന് ഒരു സിലബസ് ഉണ്ടായിരിക്കും. അത് ബേസ് ചെയ്തിട്ടായിരുന്നു എക്സാം അല്ലേ? എനിക്ക് അറിയാത്ത കാര്യമില്ല. ഇവര് പഠിച്ചിട്ടില്ല. സിലബസ് ഉണ്ടാവില്ല ഏതൊരു എക്സാമിനും. എനിക്ക് പിന്നെ ഒരു സിംഗിൾ വേഴ്സ്, കുറച്ച് സിംഗിൾ വേഴ്സ് ഉണ്ട്. പഠിക്കാതെ പോയി എക്സാം എഴുതിയാൽ ഇങ്ങനെ ഇരിക്കും. ഹലോ ഗൈസ്, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഉച്ചക്കത്തതാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. ആക്ച്വലി ഇവിടെ ഇപ്പോൾ ഉള്ളത് സാധാ ചോറും പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹാഫ് ബിരിയാണി പറഞ്ഞു, ഉമ്മ സാധാ ചോറ്, ഒരു ഹാഫ് ബിരിയാണീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മാൻ്റെ എത്തി അല്ല, ഉമ്മാൻ്റെത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്.
എന്തൊക്കെയാണ് സ്പെഷ്യൽ കിട്ടിയത്? തൈരുണ്ട്, അച്ചാറുണ്ട്, പിന്നെ തരമീനുണ്ട്, ഉമ്മക്ക് ചോറ്, അപ്പൊ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി ഫൈനലി. എക്സാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ എക്സാം എന്ന് പറഞ്ഞാല് ഈ CUET ഒക്കെ സെയിം എക്സാം തന്നെ. അതിലുള്ള ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഗ്രാമർ എക്സാം കുഴപ്പമില്ലേനു, ഓൾമോസ്റ്റ് നമുക്ക് കിട്ടണമായിരുന്നു. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ലൈക്ക് നമുക്ക് കടുകട്ടിയുള്ള വേർഡ് വന്നിട്ട് അതിന്റെ മീനിങ് എന്താ അത് ഈ സെന്റൻസിൽ കൊടുത്താൽ ഏതതിൽ ഇൻകറക്റ്റ് ഏതതിൽ കറക്റ്റ്. പിന്നെ ആദ്യം ആ ക്വസ്റ്റ്യൻ ആ വേർഡിന്റെ മീനിങ് കിട്ടണം, അതൊരു കട്ടിയുള്ള വേർഡ്. അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രിക്കി ആക്കുന്നുണ്ടെങ്കിൽ അതിൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിൾ ഏനു അത് എനിക്ക് പറയാനുള്ളൂ. ഓവറോൾ വെച്ച് നോക്കുകയാണെങ്കിൽ എക്സാം സിമ്പിൾ ഏനു. ഇതിന്റെ മാർക്ക് വരുമോന്നോ എന്താ ഇനിയിപ്പോ എക്സാം കഴിഞ്ഞതിന് ശേഷം എന്താ ഇതിനെ കൊണ്ടുള്ള ഉപകാരം ഒന്നും അറിയില്ല. എക്സാം പോയി ചെയ്ത് ക്രെഡിറ്റ് കിട്ടുന്നെന്തോ മിസ് പറഞ്ഞോ വെച്ചിട്ടാണ് ഇതിൽ എക്സാമിന് ഞാൻ രജിസ്റ്റർ ചെയ്തത്. ക്രെഡിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, അത്രേ ഉള്ളൂ. എക്സാം തന്നെയാണ് ഇതൊക്കെ മെയിൻ ആക്ച്വലി. വട്ടവർ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഉള്ള കൂടുതൽ വീഡിയോകളായിട്ട് ഇനി വരുന്നതായിരിക്കും. വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം.